സ്റ്റിക്കറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോകാൻ. ഇതുവരെ ഒരു അൺബോക്സിങ് വീഡിയോ ഇതുവരെ എൻ്റെ ചാനലിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നോക്കുമ്പോൾ വല്ല മിസ്റ്റേക്സ് വല്ലതാണെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ, ഓക്കെ. അപ്പം ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ നോക്കുമ്പോൾ ഞാൻ ഒരു ആപ്പിൾ പ്രോഡക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ആപ്പിൾ ടി വി, നമ്മുടെ ആപ്പിൾ ടി വി ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആപ്പിൾ ടി വി എന്ന് പറഞ്ഞപ്പോൾ ഞാനും ആദ്യം ഇത് വാങ്ങുമ്പോൾ ഓർത്തപ്പം ആപ്പിൾ ടി വി വലിയ എന്തോ സംഭവം, പക്ഷേ ഒരു കുഞ്ഞ് സാധനമായി ആപ്പിൾ ടി വി നോക്കുമ്പോൾ. എനിക്കിത് മലയാളത്തിൽ ഇതിൻ്റെ റിവ്യൂ കുറവാണെന്ന് തോന്നുന്നു. അപ്പം നമുക്കിതൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. ഇത് ഞാൻ വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 year ആയി. അപ്പം ഇന്ന് എനിക്കൊരു കണ്ടൻറ് ഇല്ലാത്ത കാരണം ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ പോകും. അപ്പോൾ ഇതാണ് ഇത്. ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് തുറക്കാം. ഇത് ഓൾറെഡി തുറന്ന് യൂസ് ചെയ്ത് 1 വർഷം. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. സമയം അത് തന്നെ നല്ല ഇതായിരുന്നു. അപ്പോൾ ഇതാണ് ആപ്പിൾ ടി വി. ഇത്രയും ഒരു ചെറിയ സംഭവത്തിലാണ് ഇത് നോക്കുമ്പോൾ നമുക്ക് 4K 60 frames HDR-ഉം SDR-ഉം വരെ നമുക്ക് നല്ല ക്ലാരിറ്റിയോടെ കാണാൻ പറ്റും. അപ്പം ഇതാണ് ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ഫാൻ പോലൊരു സംഭവമുണ്ട്, ഇതിൻ്റെ കൂളിംഗ് സംഭവം. പിന്നെ ഇതിൻ്റെ കുറേ എന്താ പറയുക വയർ പവർ കോഡിൻ്റെയും ലാൻ വയറിന് HDMI അതിൻ്റെയൊക്കെ. പിന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇതിൻ്റെ റിമോട്ട് നല്ല രസകരമായ സംഭവം. നമുക്ക് കാണൊരു പ്രീമിയർ ലുക്ക് കിട്ടും നമുക്ക് ഈ റിമോട്ട് തുറക്കാം. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. നിൽക്കുമ്പം റിമോട്ട് നല്ല രസമായി ഇതിനെ കാണാൻ വേണ്ടി. അപ്പം ഇവിടെ ഒരു ടച്ച് കീപാഡ് ഉണ്ട്. ഇത് ഗ്ലാസിൻ്റെ അതുകൊണ്ട് ഇത്തിരി എന്താ പറയുക സെൻസിറ്റീവാണ്, താഴെ വീണാൽ പൊട്ടിപ്പോവും. അത് കാരണം ഞാൻ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു ഈ സംഭവം. പിന്നെ നോക്കുമ്പോൾ ഈ ബോക്സിനുള്ളിലുള്ള നോക്കുമ്പം വേറെ ഒന്നുമില്ല. കുറേ ആപ്പിളിൻ്റെ കുറേ എപ്പോഴും തരുന്ന പോലെ അങ്ങനെ കുറേ എന്താ പറയുക കുറേ പേപ്പേഴ്സുണ്ട്. പിന്നെ ഈ GCC വേർഷൻ ആയതുകൊണ്ട് ഇതിൽ അറബിക്കിലും ഇതിൻ്റെ സംഭവങ്ങളുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ സ്റ്റിക്കറൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ 32 GB ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ 32 GB. ആപ്പിൾ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഓക്കെ. ആപ്പിൾ സ്റ്റിക്കേഴ്സ് അപ്പോൾ ഉണ്ട്. 2 ആപ്പിൾ സ്റ്റിക്കറാണ് ഉള്ളത് തന്നിരിക്കുന്ന ഇവർ. iPhone 12 Pro Maxനാണെങ്കിൽ അതൊരു ഒന്നായിട്ട് പിശുക്കി ചുരുക്കി കളഞ്ഞു. അപ്പോൾ iPhone 12 Pro Maxൻ്റെ വീഡിയോ ഇനി വരുന്നുണ്ട്, ഓക്കെ. അപ്പോൾ അൺബോക്സിങ് വീഡിയോ വരുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ബാക്ക് എന്ന് പറയുമ്പോൾ ഇത് 32 GB-യുടെയാണ്. അതുപോലെ 4K HDR നല്ല സൂപ്പറായിട്ട് റിഫ്രഷ് ചെയ്ത് നമുക്കിത് കാണാൻ പറ്റും. നമ്മൾ ടി വിയിൽ നമ്മൾ ആൻഡ്രോയിഡ് TV യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ആപ്പിൾ TV യൂസ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഡിഫറൻസ്. പക്ഷെ നല്ല എക്സ്പീരിയൻസ്. ഇതുവരെ ഞാൻ 1 വർഷം ഇത് യൂസ് ചെയ്ത് നമുക്ക് നല്ല എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത് ഇതിൽ നിന്ന്. പിന്നെ ഇപ്പോൾ നമുക്കിത് TV ഇട്ട് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ TV കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ പോവാം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള സംഭവമാണ് പറയാൻ പോകുന്നത്. ഇപ്പം ഓൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇങ്ങനെ നമ്മുടെ നമ്മൾ എങ്ങനെയാണ് ഐഫോൺ ഓൺ ആക്കുന്നത് അതുപോലെയുള്ളൊരു സ്ക്രീൻ വരും. നോർമൽ ടച്ച് പാഡ് യൂസ് ചെയ്യുന്ന സംഭവം അത്. സെറ്റിങ്സിൽ ഇതാ കാണിക്കുന്നത് ഇതിൻ്റെ ജനറലിൽ പോയി കഴിഞ്ഞാൽ അല്ല അബൌട്ടും ഇതെല്ലാം അതിൻ്റെ കുറേ പ്രൈവസി സെറ്റിങ്സും ഇതെല്ലാം ഉണ്ട്. നോർമൽ നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ള സംഭവങ്ങളായത്, അല്ലാതെ വേറെ ഒരു സംഭവം ഡിഫറെൻ്റ് ആയിട്ടുള്ള. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ ഇതെല്ലാം ഉണ്ട് സംഭവം. പിന്നെ ഇതിൽ ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റും. നമുക്ക് നമ്മൾ നോർമൽ ഫോണിൽ കളിക്കുന്ന പോലത്തെ നമുക്ക് ഗെയിംസ് ഇതിൽ ഈസി ആയിട്ട് കളിക്കാൻ പറ്റും നല്ല രീതിയിൽ. 4K 60 frames HDR കിട്ടുന്ന നല്ല ക്ലാരിറ്റി ഉള്ള ഇതിൻ്റെ നിൽക്കുമ്പം. പിന്നെ സ്പോട്ടിഫൈ നമ്മൾ ഇത് ചെയ്യുന്നുള്ള സ്പോട്ടിഫൈ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ അങ്ങനെ എല്ലാം നമ്മൾ എന്തെല്ലാം ഫോണിൽ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും, ഒരു TV-യിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഞാൻ 2-3 ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ടെന്നീസ്, ഹിൽ ക്ലൈമ്പിങ്, Sport 8. നമ്മൾ ഫോണിൽ കളിക്കുന്ന ആ എക്സ്പീരിയൻസ് തന്നെ റിമോട്ട് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് പിടിച്ച് നമുക്ക് കളിക്കാം. നല്ല എക്സ്പീരിയൻസ്. നമ്മൾ ഫോണിൽ കളിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റും. ഒരു ഹാങ്ങും ഇല്ല, ഒന്നുമില്ല. എല്ലാം നല്ല സ്മൂത്തായിട്ട് നല്ല ക്ലാരിറ്റിയിൽ പോകുന്നു.
അപ്പോൾ ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. പീസ്.